مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى. മനുഷ്യൻ നിരന്തരമായി മനുഷ്യൻ വികാരങ്ങൾക്ക്, വൈകാരികമായ ചിന്തകൾക്ക്, പലതരത്തിലുള്ള വിക്ഷോഭങ്ങൾക്ക് മനുഷ്യൻ വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മൾ കാണുന്നത്, നമ്മൾ കേൾക്കുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള അള്ളാഹു സൃഷ്ടിച്ച ഹോർമോണുകൾ അതതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിന് അടിമപ്പെടരുത് എന്ന് ഖുർആൻ പറയാണ്. നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ സംരക്ഷിച്ചേ പറ്റൂ, അതിനെ സുരക്ഷിതമാക്കി വെച്ചേ പറ്റൂ. അള്ളാഹുവിന്റെ നിയമങ്ങളെ മറികടക്കുന്നവർ, അത് മദ്യപാനവും വ്യഭിചാരവും മയക്കുമരുന്നും ലഹരിയും എന്തോ ആകട്ടെ, അള്ളാഹുവിന്റെ നിയമങ്ങളെ ട്രസ്പാസ് ചെയ്യുന്നവർ, മറികടക്കുന്നവർ, ഈ ലോകത്ത് ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കണം. ഇന്നത്തെ ന്യൂ ജനറേഷൻ ട്രെൻഡ് അതാണ്. ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം, അതിന് ഉസ്താദ്മാര് തടസ്സം നിൽക്കരുത്, അതിന് ബാക്കിയുള്ളവര് ഞങ്ങളെ പറ്റിയൊന്നും പറയണ്ട, ഞങ്ങളോട് ആരും ഉപദേശിക്കാനും വരണ്ട, ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാ. അന്നേരം മക്കളെ ആരോഗ്യം തീരും, യൗവനം അവസാനിക്കും, നിങ്ങളുടെ ഭംഗിയും നിങ്ങളുടെ ശരീരത്തിന്റെ പുഷ്ടിയും ഇതൊക്കെ മങ്ങും, ഇതിനൊക്കെ തളർച്ച വരും. ഇത് കഴിഞ്ഞ് നിങ്ങളെ മണ്ണിൽ കൊണ്ടുപോയി വെക്കും. ഒരു പരലോകമുണ്ട്, ഒരു വിചാരണ നാളുണ്ട്. ഇത് ചിന്തിക്കണേ എന്ന് മക്കളോട് പറയാൻ ആരുണ്ട്? പറഞ്ഞാൽ കേൾക്കാൻ എത്ര പേരുണ്ട്? ശുദ്ധ ഖുർആൻ അതിന്റെ ദൗത്യം നിർവഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഖുർആൻ ഇത് പറയാൻ, മനുഷ്യൻ സ്രഷ്ടാവിന്റെ നിയമങ്ങളെ മറികടക്കുകയും മരണത്തിന് മുമ്പുള്ള ഈ ജീവിതം മറ്റെല്ലാറ്റിനേക്കാളും വലുത് ഇതാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്താൽ, പാരത്രിക ലോകം അതുണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം, അങ്ങനെ പറയുന്ന ഒരു വിഭാഗം നരകത്തിലേക്ക് പോകും. കാരണം എന്തേ? ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട അഞ്ചാമത്തേതാണ് ആഖിറത്തെ കുറിച്ചുള്ള വിശ്വാസം. അതില്ലേ ഇസ്ലാമിന്റെ ബൗണ്ടറിക്ക് പുറത്തു പോകും. പരലോകം നിഷേധിച്ചവരെ കുറിച്ചല്ല ഖുർആൻ പറയുന്നത്, പരലോകത്തെക്കാളും ഏറ്റവും ആവശ്യം ഈ ലോകമാണ് എന്ന് ചിന്തിക്കുന്നവർ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ, നരകമാണ് അവരുടെ സങ്കേതം. അവരെത്തിച്ചേർന്ന് അവസാനിക്കാത്തൊരു ലോകം അവർ ചെലവഴിക്കുന്നത് തീജ്വാലകളിലാണ്. അല്ലാഹുവേ കാത്തുരക്ഷിക്കണേ റബ്ബേ. നേരെ മറിച്ച് പുറത്ത് അള്ളാഹുവിന്റെ സ്ഥാനം, അള്ളാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് ആലോചിച്ച് ആരാണോ പേടിക്കുന്നത്, ആരാണോ ഭയപ്പെട്ടത്, ശരീരം ആഗ്രഹിക്കുന്ന തിന്മകൾ എന്തോ ആ തിന്മകളിലേക്ക് പോകാതെ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞ് സ്വന്തം ശരീരത്തെ പിടിച്ചു വെച്ചവരാരോ. വിദ്യാർത്ഥികളെ ഇത് എളുപ്പമല്ല. നിങ്ങളുടെ ക്ലാസ്മേറ്റുകൾ മുഴുവൻ തിന്മകളിലേക്ക് പോകുമ്പോ ഞാനത് ചെയ്യില്ല എന്ന് പറഞ്ഞു മാറി നിൽക്കണമെങ്കിൽ കടുത്ത ഈമാൻ വേണം. അല്ലാഹു നിങ്ങളുടെ കൂടെയുണ്ടാകും. കൂടെയുള്ളവർ ലഹരിക്കടിമയാകുമ്പോ, അവർ ഗേൾ ഫ്രണ്ട്സും ബോയ് ഫ്രണ്ട്സുമായിട്ട് വടിവിട്ട ജീവിതം നയിക്കുമ്പോ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്, അല്ലാഹു അനുവദിക്കുന്ന ഒരു കുടുംബ ജീവിതമുണ്ടെങ്കിൽ, ദാമ്പത്യ ജീവിതമുണ്ടെങ്കിൽ എനിക്കതാണ് വേണ്ടത് എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ ഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അവരെത്തിച്ചേരുന്ന സ്ഥാനം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ നിറക്കപ്പെട്ട, ഒരു കണ്ണും കാണാത്തത്, ഒരു കാതും കേൾക്കാത്തത്, ഒരു മനസ്സുകൊണ്ടും ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്തതുമായ അനന്തമായ ആനന്ദങ്ങളുടെ സാധ്യതയുള്ള എല്ലാ നിഅമത്തുകളും നിറഞ്ഞു കിടക്കുന്ന സ്വർഗമാണ്. ഇത്തരം ആളുകളെ കാത്തിരിക്കുന്നത് സ്വന്തം ശരീരത്തെ നിയന്ത്രിക്കുന്നവർക്ക്. അതുകൊണ്ട് ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്ത് മുന്നേറണമേ. ദാരിദ്ര്യമാണോ നിങ്ങൾ ഇനി കാത്തിരിക്കുന്നത്? ഈ സമ്പൽ സമൃദ്ധി നഷ്ടപ്പെട്ട് ദാരിദ്ര്യം വരില്ലയോ? ബാദിറൂ ബിൽ അഅമാൽ, നിങ്ങളുടെ അമലുകൾ കൊണ്ട്, അധ്വാനം കൊണ്ട് മുന്നോട്ട് പോവണേ. ഇന്ന് ഖുർആൻ ഓതാൻ പറ്റുന്ന പോലെ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല.
ഇന്ന് നിങ്ങൾക്ക് ഉംറ ചെയ്യാൻ പറ്റുന്ന പോലെ നാളെ പറ്റിക്കൊള്ളണമെന്നില്ല. ഹജ്ജ് സാധിക്കുന്ന പോലെ നാളെ സാധിക്കണമെന്നില്ല. ഇന്ന് നോമ്പെടുക്കാൻ കഴിയുന്ന പോലെ ഇനി ഒരു ഡയബറ്റിക് പേഷ്യന്റായി മാറിയാൽ സുന്നത്ത് നോമ്പെടുക്കാൻ പോലും നിങ്ങൾക്ക് കഴിയാതെ വരും. അതുകൊണ്ട് ബാദിറൂ ബിൽ അമാൽ, അമലുകൾ പറ്റുന്നത്ര കൂടുതൽ ചെയ്തോളൂ. നിങ്ങൾ ദാരിദ്ര്യമാണോ കാത്തിരിക്കുന്നത്? അസുഖമാണോ കാത്തിരിക്കുന്നത്? നിങ്ങൾ ജോലി തിരക്കിലായി പോകുന്നതാണോ കാത്തിരിക്കുന്നത്? വാർദ്ധക്യമാണോ കാത്തിരിക്കുന്നത്? മരണമാണോ കാത്തിരിക്കുന്നത്? അവിദ്ദജ്ജാൽ, അതല്ല നാളെ പരീക്ഷണമായി വരുന്ന മസീഹുദ്ദജ്ജാലിനെയാണോ കാത്തിരിക്കുന്നത്? അതല്ല നിങ്ങൾ ലോകാവസാനം എത്തട്ടെ എന്നാണോ കാത്തിരിക്കുന്നത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഭയാനകമാണ്, അതിഭീകരമാണ് അന്ത്യനാളെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ തഹിനൂ ഫി ഇബ്തിഗാഇൽ ഖൗം, അതുകൊണ്ട് നിങ്ങൾ ആരും നിരാശപ്പെടരുത്. ലിഖൈലാ തഅസൗ അലാ മാ ഫാതകും, നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് സങ്കടപ്പെടരുത്. ഒരുപക്ഷെ ഈ റമദാൻ സന്തോഷത്തോടെ കടിച്ചുകൂട്ടിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ആശ്വാസത്തോടെ പറയാൻ കഴിയുന്നവരെ സദസ്സിലുണ്ടാകാം. അല്ലെങ്കിൽ ഈ റമദാൻ വേണ്ട വിധമായിട്ടില്ല, അടുത്ത ഒരു റമദാൻ ഞാൻ ശരിക്കും ഉപയോഗപ്പെടുത്തും, ഈ റമദാൻ ഞാൻ വിചാരിച്ച പോലെ ആയില്ല. فلا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. നിങ്ങൾക്ക് ലഭിച്ച കാശോ സമ്പാദ്യമോ ആരോഗ്യമോ സൗന്ദര്യമോ ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ അഹങ്കരിക്കല്ലേ, അഹങ്കാരം ചെയ്യല്ലേ, ആളുകളോട് മേന്മ പറയരുതേ, നിന്നെക്കാളും ഞാൻ മെച്ചമാണ് എന്ന് പറയല്ലേ, നീ എന്നെക്കാളും താഴെയാണ് എന്ന് ആരോടും ആരെക്കുറിച്ചും ചിന്തിക്കല്ലേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കാരം നടിച്ച് മേന്മ പറയുന്ന അഹങ്കാരികളായ ഒരാളെയും അള്ളാഹുവിന് ഒരിക്കലും ഇഷ്ടമല്ല. അതുകൊണ്ട് ഒരു നല്ല നാളേക്ക് വേണ്ടി എൻ്റെ അടുത്ത നിമിഷം മുതൽ ഞാൻ നല്ല ഒരാളായി മാറാൻ പോകുന്നു എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ തീരുമാനമെടുക്കിൻ. അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ വാക്ക് കൊടുക്കണമേ. നിങ്ങൾക്ക് വിജയത്തിന്റെ വഴി അള്ളാഹു തുറന്നു തരും. ന്യായമായും എല്ലാ നന്മകളും എല്ലാ നല്ല കാര്യങ്ങളും അതിനുവേണ്ടി ജീവിക്കണം, അതായിരിക്കണം ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് ചിന്തിക്കുന്നവനാണ് മുഅ്മിൻ. അതുകൊണ്ടാണ് വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. മടി തോന്നുകയാണെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, സങ്കടവും വ്യാകുലതയും ടെൻഷനും പടച്ചവനെ കാക്കണേ, എൻ്റെ മനസ്സിന് കരുത്തു നൽകണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. എന്നാൽ ചില ആളുകൾക്കെങ്കിലും എന്നെ കൊണ്ടത് ആവുന്നില്ലല്ലോ, എന്നെ ഒന്നിനും പറ്റില്ല, എന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ല, ഞാൻ ദുർബലയാണ്, ഞാൻ ദുർബലനാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദുആ ചെയ്യണേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചവനെ, മടി വരുന്നത് കാക്കേണമേ. വൽ അജ്സ്, അൽ അജ്സ് വൽ കസൽ, ഒന്നിനും കഴിയാതാവുന്നത്, ദുർബലനാകുന്നത്, ഒന്നിനും കൊള്ളരുതാത്തവനായി കൊള്ളരുതാത്തവളായി മാറുന്നത്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്ന് പറയല്ലേ, അതൊരു എക്സ്ക്യൂസായി കൊണ്ട് നടക്കല്ലേ. ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. കടം വീടാൻ നബി തങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അതിന്റെ കൂട്ടത്തിൽ വേറെയും വലിയ വലിയ അസുഖങ്ങൾക്കുള്ള മരുന്നും ഇതുതന്നെയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ധൈര്യമില്ല എന്ന് തോന്നുന്നു, ധൈര്യമില്ല, ഭയങ്കര പേടിയാ. ആര് എന്ത് പറഞ്ഞ ഒരു വാഴന്റെ ഇല ആടിയാൽ പേടിക്കും, അങ്ങനെ പേടിച്ച് നടക്കുക. എന്ത് പറഞ്ഞാലും പേടി കൊണ്ട് ഉറക്കില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്മയുടെ ഒരു വിഷയം പറയുമ്പോൾ കയ്യിൽ കാശുണ്ടായിരിക്കെ അത് അള്ളാഹുവിനും പള്ളിക്കും വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടി വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്.
മക്കള് ലക്ഷങ്ങൾ വിലമതിക്കുന്ന 50ഉം 60ഉം കോടിയും വിലമതിക്കുന്ന കാറുകൾ വാങ്ങിക്കണമെന്ന് മക്കൾ പറഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുന്ന, ചെക്ക് എഴുതി കൊടുക്കുന്ന വാപ്പമാർ. ഇവിടെ മദ്രസക്ക് ഒരു റൂം വേണേ, 5 ലക്ഷം മതിയാവും അതിന്. 60ഉം 70ഉം ലക്ഷം മക്കൾക്ക് വേണ്ടി അവർ ചോദിക്കുന്നത് എടുത്തു കൊടുക്കുന്ന വാപ്പമാരിൽ അള്ളാഹുവിന്റെ ദീനിന് തരണേ എന്ന് ചോദിച്ചാൽ 50 നടത്തം പള്ളി കമ്മിറ്റിക്കാരെ നടത്തിക്കുന്ന മുതലാളിമാർ. എന്തിന്? 5 ലക്ഷം ഔദാര്യം വാങ്ങിക്കുന്ന പോലെ. അത് ബുഖലാണ്, പിശുക്ക് അതിന്റെ പേര്. ദുആ ചെയ്യണം, അല്ലാഹുവേ പടച്ചവനെ പേടിയും ഭീരുത്വവും വരുന്നതിൽ നിന്ന് കാക്കേണമേ. വെറുതെ പേടിയാവാ, ഭയം തോന്നുന്നത്, വൽ ബുഖൽ പിശുക്ക് തോന്നുന്നത്. ഒരു നല്ല കാര്യം കേട്ടാലും അതിപ്പോ വേണ്ട, പിന്നെ അതിപ്പോ തരൂല, പിന്നെ തരാം. അല്ലെങ്കിൽ 1000 കൊടുക്കാൻ കഴിയുന്നവൻ 100 കൊടുക്കുന്നുള്ളൂ. അവനെ കൊണ്ട് സാധ്യമാണ്, നന്മയാണെന്നറിയാം, ബോധ്യപ്പെട്ടിട്ടും ഇത് നന്മ ചെയ്യാൻ കഴിയാതെ പോകുന്നത്, ഇതിന്റെ പേരാണ് പിശുക്ക്, ബുഖ്ല് എന്ന് പറയുന്നത്. പിശുക്കുള്ള ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. പിശുക്ക് ആർക്കാണോ സംരക്ഷിക്കപ്പെടുന്നത്, പിശുക്കില്ലാതെയാവുന്നത്, പിശുക്കിനെ ആരാണോ നിയന്ത്രിക്കുന്നത്, അവരാണ് വിജയിച്ചവർ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം, വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. പിന്നെ പറഞ്ഞതാണ് കടം വിടാനുള്ളത്, വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ. അല്ലാഹുവേ ആളുകൾ വന്ന് ഉപദ്രവിക്കുന്നത് അങ്ങനെയാണ്. മുസ്ലിംമാർക്ക് പൈസയുടെ കാശിന്റെ ഇടപാട് വല്ലതുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്. ചീത്ത വിളിക്കും, പരിഹസിക്കും, ദുൽമ് ചെയ്യും, വേണ്ട വിധത്തിലൊക്കെ ഉപദ്രവിക്കും. അവർക്ക് വേണ്ടത് കാശാണ്. മറ്റേ ആൾ ജീവിച്ചാലും മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാശ് കിട്ടിയാൽ മതി. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത്, എന്തേ അതിൻ്റെ കാരണം, എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊന്നും ചിന്തിക്കാൻ ആർക്കും നേരമില്ല, ആരും അത് ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യ, പടച്ചവനെ ഇത്തരം ബുദ്ധിയില്ലാത്തവരുടെ ഇടപെടലിൽ നിന്ന് നീ കാക്കേണമേ. അതാണ് വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രാത്രിയുടെ ബഹുഭൂരിഭാഗം വരുന്ന സമയം അല്ലാഹുവിന് വേണ്ടി ഇബാദത്തിൽ നിന്ന് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തിരുന്ന മഹാനെ കുറിച്ച് സൂറത്തു സുമറിൽ വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട് ഉസ്മാൻ തങ്ങളെ കുറിച്ച്. വെള്ളം കിട്ടാൻ വല്ല ഉപ്പുണ്ടോ? സാധാ വെള്ളം ഉണ്ടോ? മധുരൊന്നും വേണ്ട, പച്ചവെള്ളം. മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه قل هل يستوي الذين يعلمون والذين لا يعلمون. അല്ല, നിങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാ? വളണ്ടിയർമാരില്ലേ? വളണ്ടിയേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണോ നിങ്ങൾ കൊണ്ടുവന്നതാ? പൈസ എടുത്ത് വാങ്ങിക്കുക? അൽഹംദുലില്ലാ. കബീർ മാഷ എവിടെ? മാഷേ പോയോ? കുഴപ്പമില്ല, നമ്മുടെ അതിഥികളാണ്. അപ്പോൾ അതിഥികൾക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്ന ഒരു മര്യാദയല്ലേ? അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നില്ലെങ്കിൽ നാളെ എന്തായാലും. മാഷേ എല്ലാവർക്കും വെള്ളം ഉണ്ടോ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, ബാറക്കല്ലാഹ്. أمن هو قانت آناء الليل ساجدا وقائما يحذر الآخرة ويرجو رحمة ربه. രാത്രികാലങ്ങളിൽ സുജൂദ് ചെയ്തുകൊണ്ടും നിന്നുകൊണ്ടും രാത്രിയുടെ ബഹുഭൂരിഭാഗം സമയം അല്ലാഹുവിന്റെ ചിന്തയിൽ കഴിച്ചുകൂട്ടുന്ന സാത്വികനായ ഒരു മനുഷ്യനും അള്ളാഹുവിനെ പേടിക്കുകയും അള്ളാഹുവിന്റെ ആഖിറത്തെ ഭയപ്പെടുകയും അവന്റെ റഹ്മത്ത് കൊതിക്കുകയും ചെയ്യുന്ന രാത്രികാലങ്ങളിൽ അള്ളാഹ്ക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്ന ഒരാളും തിന്മയിൽ സമയം കളയുന്ന ഒരാളും ഒരുപോലെയാണോ? ഖുൽ ഹൽ യസ്തവില്ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ.
ശരിയായ അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാണോ?